ഇതാണ് ഹൈദരാബാദിലെ പ്രശസ്തമായ ഗോൽക്കൊണ്ട കോട്ടയ്ക്ക് സമീപമുള്ള അബ്ദുല്ല കുത്തുബ് ഷായുടെ ശവകുടീരം. ഇബ്രാഹിം ബാഗിലാണ് ഈ ശവകുടീരങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. ബാമിനി വംശത്തിന്റെ പതനത്തെ തുടർന്ന് സ്വതന്ത്രരാജ്യമായി തീർന്ന ഗോൽക്കൊണ്ടയിൽ 1625 മുതൽ 1672 വരെ ഭരണം നടത്തിയ കുത്തുബ് ഷാഹി വംശത്തിലെ രാജാവായിരുന്നു അബ്ദുല്ല കുത്തുബ് ഷാ. തന്റെ 13ാമത്തെ വയസ്സിൽ സ്ഥാനാരോഹണം നടത്തി. അലസനും ആഡംബരപ്രിയനുമായ അബ്ദുല്ല കുത്തുബ് ഷാ ഭരണകാര്യങ്ങളിൽ ശ്രദ്ധിച്ചിരുന്നില്ല. 1636 ഗോൽക്കൊണ്ട ആക്രമിക്കാൻ പുറപ്പെട്ട് ഷാജഹാൻ ചക്രവർത്തിയുടെ മേൽക്കോയ്മ ഇദ്ദേഹം അംഗീകരിക്കുകയും ചക്രവർത്തിക്ക് കപ്പം കൊടുക്കുകയും ചെയ്തു. ഗോൽക്കൊണ്ടയെ നിശ്ശേഷം കീഴടക്കണമെന്ന് ഔറംഗസീബ് ആഗ്രഹിച്ചെങ്കിലും ഷാജഹാന്റെ നിർദ്ദേശപ്രകാരം ഈ ഉദ്യമത്തിൽ നിന്നും പിന്മാറുകയായിരുന്നു. ഇക്കാലത്ത് കുത്തുബ് ഷായെ വധിക്കാനുള്ള ഒരു ശ്രമം നടന്നിരുന്നു. പക്ഷേ ഇദ്ദേഹം രക്ഷപ്പെട്ടു. പിന്നീട് മരണം വരെ തന്റെ കൊട്ടാരത്തിൽ നിന്ന് പുറത്തുപോയില്ല. രാജ്യത്തിന്റെ ഫലപുഷ്ടിയും ഉരുക്ക് വൈരം നിക്ഷേപങ്ങളും തുണി വ്യവസായവും മസൂലിപട്ടണത്തെ വിദേശ വ്യാപാരവും കുത്തുബ് ഷായുടെ കാലത്ത് ഗോൽക്കൊണ്ടയെ ഒരു സമ്പന്ന രാജ്യമെന്ന നിലയിൽ ഉയർത്തിയിരുന്നു.